അല്ലെങ്കിലും തമിഴ്നാട്ടുകാരുടെ രസം നല്ലതാണ്. അയ്യോ ശരിക്കും നല്ല സൂപ്പർ രസം. തമിഴ്നാട് രസമുണ്ട്. അപ്പുറത്ത് നല്ല അപ്പളമാണ് എനിക്കിഷ്ടമാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയത്ത് അവിടെ കിട്ടും. അമ്മയുടെ അടുത്ത് നീ പോകുമ്പോൾ അവിടെ നിന്ന് ഇതാണ് വാങ്ങിക്കണം. എനിക്ക് എല്ലാത്തിനെക്കാട്ടും ഇഷ്ടപ്പെട്ട രസമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരെണ്ണം തീർന്നു, രണ്ടാമത്തെ ഓർഡർ ചെയ്തു. നല്ല രസമുണ്ട്. ആ രസവും ചോറും ആ പപ്പടവും മാത്രം മതി. മീൻസ് അപ്പളവും. പക്ഷേ ഒരു രക്ഷയില്ല. നല്ല പനി ചുമയൊക്കെ ഉള്ളവർക്ക് ആ രസം കുടിച്ചാൽ നല്ല സുഖം. അതിനോട് ഇത്ര കൂടെ നല്ല തീർന്നു. എങ്ങനെയുണ്ട്? അല്ല എങ്ങനെയുണ്ട്? ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ബീട്രൂട്ടും നല്ല രസമുണ്ട്. നമ്മൾ വെക്കുന്ന പോലല്ല. എനിക്ക് രസവും അപ്പളവും മാത്രം തിന്ന് ഞാൻ ശ്രദ്ധിക്കും. സാമ്പാറൊന്നും പോരാ. സാമ്പാർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്? ചിക്കൻ കറിയും ചപ്പാത്തിക്കേ പറ്റത്തുള്ളൂ. ഇതെൻ്റെ പ്ലേറ്റാണ്. എനിക്ക് ചിക്കൻ കറിയൊന്നും അത്ര ഇച്ചിരി ചാറെടുക്കുന്നു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് നല്ല ചൂട്. പക്ഷെ ഒരു കൊണ്ടാട്ടം കൂടെ വേണമായിരുന്നു അല്ലേ? ഒരു കൊണ്ടാട്ടം കൂടെ ഉണ്ടായിരുന്നു. സൂപ്പറാണ്. അല്ലെങ്കിൽ ഈ തമിഴ്നാട് സൈഡിലോട്ട് രസത്തിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. ഈ രസത്തിനകത്ത് തക്കാളി ഒന്നുമില്ല, നിറയെ വെളുത്തുള്ളിയുണ്ട് അല്ലേ? പക്ഷെ നല്ല രുചി. നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ടെങ്കിലും ഈ ഒരു രുചി ഇല്ല. ഓവറായിട്ടും ഇത് തക്കാളി ഇടും. പക്ഷെ ഇത് നല്ല രസമാണ്. ഞാൻ രസപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ പല ടൈപ്പ് രസമുണ്ട്. ഏത് ടൈപ്പ് വീഡിയോ കണ്ടതിനോ ഞാനിവിടെ വന്ന പിന്നെ ഭയങ്കര മടി. അങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. രസമൊക്കെ ഉണ്ടാക്കിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഒരു സാധനം ഉണ്ടാക്കാം. ആകെ ചിക്കൻ കറി, ഫിഷ് കറി, ഇടയ്ക്ക് ബീഫും നെയ്ച്ചോറും ഉണ്ടാകും. പിന്നെ ചീരത്തോരൻ ഉണ്ടാകും. ചീരത്തോരൻ എല്ലാ ആഴ്ചയിലും വാങ്ങിക്കും. 2-3-4 ദിവസം എന്തായാലും ഒരാഴ്ച ചീരത്തോരൻ കാണും. പിന്നെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാകും. ബീട്രൂട്ടൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനും വാങ്ങിക്കും. പിന്നെ മുട്ട. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന ചിക്കൻ, ഫിഷ്, മുട്ട, ബീട്രൂട്ട്, ചീര, പിന്നെ ആപ്പിളും ഓറഞ്ചും. സ്കിന്നിൻ്റെ കാര്യം വിട്ടൊരു പരിപാടിയില്ല. ഇമ്മണി പ്രായമായില്ല, പിടിച്ച് നിൽക്കണ്ട. ചിക്കൻ കറി ഇഷ്ടപ്പെട്ടില്ല. പീസ് എടുക്കണം. പ്രോട്ടീൻ വിട്ടൊരു കളിയിലുണ്ട്. ബീട്രൂട്ട് തോരനെ ഇത് നല്ലൊരു ഇതിനകത്ത് ഞാൻ ബീട്രൂട്ട് ഭയങ്കര കൊത്തിയായിരുന്നു. പക്ഷേ ഇത് കണ്ടോ ഇത്ര ഈ ഒരു ഇതിലാണ്. എന്നിട്ട് നിറയെ തേങ്ങായും ഇട്ടിട്ട് മെഴുകുപുട്ടിയല്ല, തോരനും അല്ലാത്തപോലെ. പക്ഷെ നല്ല രുചിയുണ്ട്. 2ാമതൊരു എപ്പോഴും വാങ്ങിച്ചു. ഞാൻ ആ പപ്പടവും രസവും ഈ തോരനും മാത്രം എടുത്തു. ഞാനിവിടെ ആക്ച്വലി എപ്പോഴും ചായ ഓർഡർ ചെയ്യാറുണ്ട്. ഫസ്റ്റ് ടൈം എവിടെ നിന്ന് മേടിച്ച് കഴിക്കുന്നത്. നാളെ വിഷു ആണല്ലോ. അപ്പം ഇന്ന് വന്നാൽ ഞാനൊന്നും ഉണ്ടാക്കില്ല. അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുക്ക് ചെയ്യാൻ മടിയൊന്നും ആയതുകൊണ്ടല്ല. മിനു അത് ഡിസ്റ്റർബാണ്. ഞാൻ രാവിലെ എണ്ണീച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞു. മിനു ഇപ്പം എണ്ണീറ്റ് വന്നതേ ഉള്ളൂ. അപ്പം
പുറത്തുനിന്ന് കഴിക്കുക, അല്ലെങ്കിൽ രാവിലെ കുക്കൊക്കെ ചെയ്യും എനിക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ മെനു ഉള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ മെനുവിന് ഉറക്കം ഡിസ്റ്റർബ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടുന്ന് മീൽസ് ട്രൈ ചെയ്യുന്നത്. മസാല ദോശ നല്ലത്. മോൻ വന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഇവിടുന്നായിരുന്നു കഴിക്കുന്നത് രാവിലെ. അപ്പം ഫസ്റ്റ് ടൈം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലത് നമ്മുടെ റൈസല്ല, മറ്റേ പൊന്നേരിയ, പക്ഷെ ഇത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ മറ്റേ പരിപ്പ് കറി നല്ലതാണ്, ഗീ റൈസിൻ്റെ കൂടെ. ഞാൻ വയറ് നിറച്ച് കഴിച്ചു. ഞാൻ എൻ്റെ പാത്രം കാലിയാക്കുന്ന എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ലേ ഇവിടെ? അതെനിക്ക് ആ ദിവസം ഭയങ്കര ഇഷ്ടം. നല്ല കട്ട ചിക്കൻ ഫ്രൈയും കിട്ടി. പണ്ടത്തെ ഹോട്ടലില് സമയത്തൊക്കെ 8 ദിർഹംസേ ഉള്ളൂ ഊണിന്. അതിലൊരു ഫിഷ് ഫ്രൈ ഉണ്ടാവും, ചിക്കൻ ഫ്രൈ ഉണ്ടാവും, പിന്നെ സദ്യ പോലെ കറികളായിരിക്കും. മീൻകറി 2 ടൈപ്പ്, നോർത്ത് കേരളയും സൗത്ത് കേരളയും സ്റ്റൈൽ. 8 ദിർഹംസേ ഉള്ളൂ. പിന്നെ അത് പോയി. ഇപ്പം 10 ദിർഹംസേക്ക് ചില സ്ഥലത്തേക്ക് ഒരു കച്ചറ ഫുഡ്. അല്ല ഇത് കുഴപ്പമില്ല. ഷവർമ്മയ്ക്ക് ഒരു ദിർഹംസ് കൂടി, അത് നിങ്ങൾ പറഞ്ഞില്ല? പക്ഷെ ആ ഷവർമ്മ നല്ല ഷവർമ്മ. അത് ഞങ്ങളുടെ അൽമർഗ അല്ല, പേര് മാറിപ്പോയി. ആർദ്രമലി, സോറി, ഇത് അൽവാദി. ഇപ്പം നമ്മൾ കഴിച്ചത് അൽവാദി. ഇപ്പം പകുതി കേരളം, പകുതി തമിഴ്നാട്. കേരളം എന്താ ഇതിനകത്തുള്ളത്? ബീട്രൂട്ട് തോരൻ, ബാക്കി വല്ല എല്ലാം തമിഴ്നാട്. ചിക്കൻ കറി ചോറിൻ്റെ കൂടെ പറ്റത്തില്ല, പക്ഷെ അത് പൊറോട്ട അപ്പം അതിൻ്റെ കൂടെ ഒക്കെ പറ്റിയ ചിക്കൻ കറിയാണ്. സാമ്പാറും ചോറിൻ്റെ സാമ്പാറല്ല, ഈ ദോശ ഇഡലിയുടെ സാമ്പാറാ. ബാക്കി പരിപ്പും തക്കാളി ഉരുളക്കിഴങ്ങും അങ്ങനത്തെ മീൻസ് നമ്മുടെ ദോശ ഇഡലിയുടെ സാമ്പാർ. കിച്ചടി നല്ലായിരുന്നു. കിച്ചടിയും ബീട്രൂട്ട് രസം. ചിക്കൻ ഫ്രൈ നല്ലായിരുന്നു. 60 മറ്റേ കറി മാത്രമാണ്, ഫിഷ് കറി ഇല്ലായിരുന്നു. പിന്നെ ഒരു കൊണ്ടാട്ടം കൂടെ വെച്ചാൽ നല്ലായിരിക്കും. പക്ഷേ ഒന്നും വേണ്ട, വെജിറ്റേറിയൻസ് ഒക്കെ ഇഷ്ടപ്പെടും. അത് മീൻസ് ചിക്കൻ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിന് പറ്റിയൊരു ഓപ്ഷനാണ് ഇവരുടെ അൽവാദിയിലെ റൈസ്. നമ്മുടെ റൈസ് അല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ദഹിച്ചു, അധികം മണ്ണം വെക്കില്ല. അത് എന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞത് അല്ല, ആ റൈസ് അങ്ങനെയാണ്, അതാണ് എൻ്റെ പ്രത്യേകത. ബാരിക് റൈസ് അല്ല, പെട്ടെന്ന് വണ്ണം വെക്കത്തില്ല, പെട്ടെന്ന് ദഹിച്ചു. ഞാനൊക്കെ വണ്ണം വെക്കും കേട്ടോ, എന്ത് കഴിച്ചാലും. പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്നതാണ്. വിനുവിൻ്റെ ടീഷർട്ടും വിനുവിൻ്റെ സ്ലിപ്പറും ഒക്കെ ഒരേപോലത്തെ ആണല്ലോ. അമ്പോ വയ്യ. മണ്ടൂട്ടനിന്ന് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാ? 22 12 എത്ര? ഡിസ്കൗണ്ട് സെന്ററിൽ നിന്ന് വാങ്ങിച്ചോ? ഡിസ്കൗണ്ട് സെന്ററിൽ നിന്നും 12 ദിവസം ലാഭമായി പോയി. മൊത്തത്തിൽ ഡിസ്കൗണ്ട് ആണല്ലോ നിങ്ങൾ. 899. നാട്ടില്